ഹായ് ഡിയർ ജെ ആസ്പിരൻസ്. ടെക്നിക്കൽ ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം നമുക്ക് ചൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ്, വേൾഡിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് VIT അഥവാ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും VITയെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിൻ്റെ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തതാണ്. പക്ഷെ എന്നാലും പല കുട്ടികളും ശ്രദ്ധയിൽപ്പെടാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ, VITയെ കുറിച്ചുള്ള പ്രത്യേകമായ കാര്യങ്ങൾ പറയാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് VITയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. NIRF റാങ്കിങ്ങിൽ ഓവറോൾ 19th റാങ്കാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഉള്ളത്. അതിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 10th റാങ്കും എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നോക്കുമ്പോൾ 11th സ്ഥാനവുമാണ് VITക്ക് ഉള്ളത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്പെക്റ്റിൽ 13th റാങ്കാണ് VITക്ക് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും ഒരു ഇൻ്റർനാഷണൽ എക്സ്പ്ലോഷനൊക്കെ VITയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഏറ്റവും വലിയ അട്രാക്ഷൻ നല്ല പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ക്യാമ്പസിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുമ്പോൾ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് വന്നത് 88 lakh per annum ആണ്. അതായത് ഒരു ഇയറിൽ 88 ലക്ഷം രൂപയ്ക്കാണ് ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് വന്നത്. അപ്പോൾ ഒരു മന്ത്ലി 7 lakhൻ്റെ എബോ വരും. അത് ഹയസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആയ ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ റാങ്കിങ്ങും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ഒക്കെ വരുന്നത്. പക്ഷേ അവിടെയല്ല ഈ VITയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത്. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ AIയുടെ സാധ്യതയും കൂടെ ഉപയോഗപ്പെടുത്തുന്ന ജോബ് ആയിരിക്കും, ആ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ചുറ്റും ഉണ്ടാവുക. അക്കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ AIയുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യത മുൻനിർത്തി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് VIT. അതായത് CS-ൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനാണ് VIT നമുക്ക് ഓഫർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. CS-ൽ തന്നെ വരുന്ന കോമ്പിനേഷൻസ് നോക്കൂ. CS കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷൻസ് ആണ് ബയോ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബിസിനസ് ആൻഡ് സിസ്റ്റം, ഡാറ്റ സയൻസ് ആൻഡ് എസ്പെഷ്യലി CS ഇൻ AIക്ക് മാത്രം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ മാത്രമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് നമുക്കൊരു കോഴ്സ് VIT ഓഫർ ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ അതിൻ്റെ ഒരു സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഇനിയും നമ്മളൊരു 5 വർഷം മുന്നോട്ടേക്ക് ചിന്തിക്കുമ്പോൾ സൈബർ സെക്യൂരിറ്റി ഒക്കെ വളരെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദെൻ AI ആൻഡ് റോബോട്ടിക്സ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇപ്പോൾ അധികം ആരും ചിന്തിക്കാത്തൊരു മേഖലയാണ് AI ആൻഡ് റോബോട്ടിക്സ്. അതിൻ്റെ ഒരു ഇവോൾവ്മെൻ്റ് ഒക്കെ ആയി വരുന്നുള്ളൂ. എന്തായാലും നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ AI റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. ദെൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്. ഇപ്പോൾ ഡിജിറ്റൽ ഫോറൻസിക് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം ഓരോ ഡിജിറ്റൽ ഡിവൈസസിലൊക്കെ നടക്കുന്ന ഓരോ ചേഞ്ചസിൻ്റെ ഫോറൻസിക് എക്സാമിനേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ റെയറായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മളൊരു 5 വർഷം 6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് മുന്നോട്ടേക്ക് ചിന്തിക്കുന്ന സമയത്ത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞതിൽ ഈ സൈബർ സെക്യൂരിറ്റിയും ഡിജിറ്റൽ ഫോറൻസിക്കും ഒക്കെ. തീരുന്നില്ല, കൊമേഴ്സിലും അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഇൻഫർമാറ്റിക്സിലും ഒക്കെ തന്നെ CS-ൽ കോമ്പിനേഷൻസ് VIT ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ CS ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഈ ഒരു ഓപ്ഷനിലേക്ക്, അതായത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യം മുൻനിർത്തി നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാൻ VIT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നാലും 2024 പ്ലേസ്മെൻറ്റ് പ്രോഗ്രാംസ് നോക്കുമ്പോൾ 820 കമ്പനീസാണ് VITയിലേക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടി വരുന്നത്. 820 റെപ്യൂട്ടഡ് കമ്പനീസാണ് VITയിൽ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ്സിന് അസിസ്റ്റൻസ് കൊടുക്കുന്നത്, അതായത് ഏറ്റവും കൂടുതൽ കമ്പനീസ് പ്ലേസ്മെൻറ്റിന് വേണ്ടി വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു അൺബീറ്റൺ റെക്കോർഡ് വരെ ശരിക്കും VITക്ക് ഉണ്ട്. അത്രയും കമ്പനീസാണ് ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കൂടുതൽ കമ്പനീസ് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് VIT എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം മൈക്രോസോഫ്റ്റ്, സൊമാറ്റോ, അഡോബ്, ഫ്ലിപ്കാർട്ട്, ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനീസ് അടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 820 കമ്പനീസാണ് 2024, അതായത് കഴിഞ്ഞ വർഷം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തത്. അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 88 lakh ആണ് അതിൽ മാക്സിമം, അതായത് ഹയസ്റ്റ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തത്. അത് മോട്ടോർക്യൂ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് മൊത്തം നമ്മൾ നോക്കുന്ന സമയത്ത് ആവറേജ് പ്ലേസ്മെൻറ്റ് പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 11 lakh per annum ആണ്. ഇത് നിങ്ങൾ ചിന്തിക്കണം, പഠിച്ചിറങ്ങുന്നതിൻ്റെ മുമ്പാണ് ഈ ഒരു സാലറിയിൽ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പം അത്രയും
ഡിമാൻഡിങ് ആവുന്ന അത്രയും ഓപ്ഷൻസ് ഉള്ള അത്രയും നമുക്ക് ക്വാളിറ്റി അൻഷുർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് VIT എന്ന് പറയുന്നത്. ആസ് വി നോ എല്ലാ BTech പ്രോഗ്രാംസും 4 വർഷത്തെ കോഴ്സുകളാണ്. ഇപ്പോൾ VITയിലേക്കുള്ള അഡ്മിഷൻ JEE അല്ലാതെ VIT ട്രിപ്പിൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ്, CBT ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, അതുവഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ആ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ മാത്സ് പഠിക്കാത്ത കുട്ടികൾക്കും ചില പ്രത്യേക കോഴ്സുകൾ VITയിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. അത് ചില പെർട്ടിക്കുലർ കോഴ്സുകൾ മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം ആ പ്രിപ്പറേഷൻ്റെ അത്ര തന്നെ പ്രാധാന്യം നമ്മൾ എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകളെ കുറിച്ചും നമ്മുടെ ഡ്രീമും നമ്മുടെ കാലിബറും നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സും അത് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും നല്ല ധാരണ വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ തരുന്നത്. കാരണം കോഴ്സുകളെ കുറിച്ചും ക്യാമ്പസുകളെ കുറിച്ചും അറിയാതെ ആർക്കും അവസരം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ അക്കാഡമിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം ഇൻഫർമേഷൻസും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഇൻഫർമേഷനും അടുത്ത ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടും. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.